Hello guys, once again welcome back to One Wheeler Story. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ വീഡിയോ ചെയ്യാൻ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ലോക്കോ ഷീൽഡ് എന്ന് പറഞ്ഞിട്ട് വൺ ലാപ്പിൻ്റെ ഒരു പ്രൊഡക്റ്റ് ആണ്. അത് GPS ആണ് മെയിനായിട്ട്, നമ്മുടെ വാട്ടർ പ്രൂഫ് GPS ആണ്. ആ GPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സാധാരണ ബൈക്കുകളിൽ കാറുകളിലൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി യൂസർ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നമുക്ക് വയറിങ്ങും കാര്യങ്ങളൊന്നും മുറിച്ച് കളയാതെയോ അല്ലെങ്കിൽ കട്ട് ചെയ്യാതെ അങ്ങനെ നമുക്ക് ഡയറക്റ്റ് മൗണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം അതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഓക്കെ, GPS ആണ് വൺ ലാപ്പിൻ്റെ ലോക്കോ ഷീൽഡ് എന്ന് പറഞ്ഞിട്ട് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഒരു വൈഡ് പ്രൊഡക്റ്റ് ആണ്. നമുക്കിപ്പോൾ നമ്മുടെ ബാംഗ്ലൂർ പോലെയുള്ള മെട്രോ സിറ്റികളിലും കാര്യങ്ങളിലൊക്കെ നമുക്കിത് വളരെ യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളാണ്. വണ്ടി അടിച്ചു പോകുന്നുണ്ട്, കാര്യങ്ങളുണ്ട്. കാറിന് വലിയ പ്രശ്നങ്ങളില്ല, പക്ഷേ ബൈക്കിനാണ് കൂടുതൽ ഇഷ്യൂസ് ഉള്ളത്. അപ്പോൾ നമുക്കിവിടെ 2 വണ്ടി നമ്മുടെ ഉണ്ട്. അപ്പോൾ ഏതിലാണ് വെക്കേണ്ടതെന്ന് തീരുമാനമായിട്ടില്ല. IP66 and IP67 റേറ്റഡ് വാട്ടർ പ്രൂഫ് ഇതാണ് വരുന്നത്. അപ്പോൾ നമുക്കെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സീലിംഗ് കണ്ടില്ല, പാക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊരു വാഷറാണ്. അപ്പോൾ അതുകൊണ്ട് വെള്ളം ഉള്ളോട്ട് കാര്യങ്ങൾ കയറൽ പരിപാടിയൊക്കെ കുറയും. അപ്പോൾ ബൈക്കുകൾ കാര്യങ്ങൾക്കൊക്കെ ഈസി ഇൻസ്റ്റാളേഷനുമാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. മെയിനായിട്ട് പറഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആൻഡ് ചീപ്പാണ്. പോളികാർബണേറ്റ് ബോഡിയാണ് ശരിക്കും വരുന്നത് ഇതിനകത്ത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബോക്സാണ്, പക്ക ഒരു ബോക്സ്. ഓക്കെ, ഇതാണ്. ഇപ്പം ഇതിന് അഡാപ്റ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മൗണ്ട് ചെയ്യാൻ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഇത് കണ്ടല്ലേ, നോർമലായിട്ട് നമുക്ക് നോക്കുമ്പോൾ എല്ലാം സെറ്റ്, ഫ്യൂസിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് കണക്ഷൻ കൊടുക്കാൻ പാകത്തിനാണ് ഇവർ വെച്ചിട്ടുള്ളത്. ഐ മീൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഇലക്ട്രീഷ്യൻ്റെ അടുത്തോ കാര്യങ്ങളെടുത്തോ ഒന്നും പോവാതെ തന്നെ നമുക്ക് ചെയ്യാൻ പാകത്തിന് എല്ലാം കറക്റ്റ് മൗണ്ട് ചെയ്യാൻ പാകത്തിന് കൊടുത്തിട്ടില്ല. അതിൻ്റെ ഡയഗ്രാം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, എല്ലാം കംപ്ലീറ്റ് ആയിട്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 6 സ്ക്രൂസ് വരുന്നുണ്ട്. ഇത് സ്ക്രൂ ചെയ്യണം ഇതിൻ്റെ ഉള്ളിൽ. ശരിക്കും പറഞ്ഞാൽ ഇത് ഓപ്പൺ ആക്കി എല്ലാം അസംബിൾ ചെയ്ത് ആക്ടിവേറ്റ് ആക്കി കഴിഞ്ഞ് വെച്ചിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കാണാം, ഇത് ഓപ്പൺ ചെയ്താണ്, ഈ ബോക്സ് ഓപ്പൺ ചെയ്തു. അപ്പം ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെയാണ് നമുക്ക് സിം സ്ലോട്ട് കാര്യങ്ങളൊക്കെ വരുന്നത്. സിം സ്ലോട്ട് ഓൾറെഡി പ്രീ ആക്ടിവേറ്റഡ് സിമ്മാണ് നമുക്ക് ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കണ്ടില്ലേ, 6 സ്ക്രൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വൃത്തിയായിട്ട് അവിടെ ഫിക്സ് ആക്കി ഇരുന്നോളും. ചീപ്പറായിട്ടുള്ള ഒരു GPS കിട്ടുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടാണ്. 5 രൂപ 6 രൂപയൊക്കെ ഉണ്ട് റേറ്റ്. അപ്പോൾ നമുക്ക് ചീപ്പറായിട്ടുള്ളൊരു സാധനം കിട്ടി, അതും വാട്ടർ പ്രൂഫ് വിത്ത് വയർഡാണ്. പക്ഷെ വയർലെസ് അല്ല. വയർലെസ് എപ്പോഴും ചെറിയ റിസ്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റിൽ തോന്നുന്നത്. അപ്പോൾ എങ്ങനെയാണ് സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി നമുക്കുണ്ട്, ഏത് വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യണം നമ്മൾ നോക്കണം, അത് വേറൊരു കാര്യമാണ്. മെയിനായിട്ട് പറയാനുള്ളത് ആപ്ലിക്കേഷൻ, ഇത് ഓൾറെഡി നല്ല യൂസർ ഫ്രണ്ട്ലി ആണ് താനും. പിന്നെ ആപ്ലിക്കേഷൻ നമുക്ക് ആൻഡ്രോയിഡിനും നമ്മുടെ iOS-ലാണെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ട്. അതിനകത്ത് എൻജിൻ സ്വിച്ച് അടക്കം ബട്ടൺ ആണെങ്കിലും നമ്മുടെ കീ ആണെങ്കിലും നമുക്കത് കൺട്രോൾ ചെയ്യാൻ പാകത്തിന് നമുക്ക് ആപ്ലിക്കേഷൻ വെച്ച് നമുക്ക് ഓൺ ഓഫ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കംപ്ലീറ്റ് സെറ്റാക്കിയേക്കണേ. പിന്നെ വേറെ കാര്യം മെയിനായിട്ട് എടുത്ത് പറയേണ്ടത്, ഓവർ സ്പീഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനപ്പോൾ പെടുന്ന നോട്ടിഫിക്കേഷൻ വരും, നിങ്ങൾക്കത് കാണാവുന്നതാണ്. അപ്പോൾ ഓവർ സ്പീഡിങ്ങിന് നമുക്ക് 80 or 100 നമുക്കത് ഫിക്സ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്താണെങ്കിൽ ഹോം അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ലൊക്കേഷൻ ഇടാൻ പറ്റും. അവിടെ നിന്ന് വണ്ടി എക്സിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. ടെക്നിക്കൽ ആസ്പെക്റ്റിലൊന്നും നമ്മൾ പറയുന്നില്ല, നമ്മൾ നോർമലായിട്ടൊരു സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിലാണ്. അത് നമുക്കും അത് തന്നെ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നോർമലായിട്ടൊരു വണ്ടിക്ക് നമുക്ക് എന്ത് വേണം, നമുക്ക് ട്രാക്ക് ചെയ്യണം, നമ്മൾ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു, എല്ലാ കാര്യങ്ങളും ട്രാക്ക് ചെയ്യണം. ഐ മീൻ അല്ലാന്നുണ്ടെങ്കിൽ വണ്ടി ഇപ്പോൾ എടുത്തിട്ട് പോയിട്ടുണ്ട്, ആ ലൊക്കേഷൻ പിൻ ടു പിൻ കിട്ടണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് മെയിൻ വരുന്നത്. അഡ്വാൻറ്റേജും അതാണ്. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ പല GPS ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് എടുത്തിട്ട് അപ്പുറം സൈഡിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വണ്ടി ഇവിടുത്തെ വണ്ടി അവിടെ എത്തിണ്ടാവും, GPS പോയിന്റ് ഇവിടെ തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് GPS-ൽ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു GPS എന്ന് പറഞ്ഞാൽ വാട്ടർ പ്രൂഫ് പ്ലസ് ഈ ഒരു രീതിയിൽ ഇങ്ങനെ നമുക്കൊരു 3100 വരുന്നുണ്ട്. അണ്ടർ 3K എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് പറയാം. അണ്ടർ 3K നമുക്കതിപ്പോൾ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണ്. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഇലക്ട്രീഷ്യൻ്റെ കാര്യങ്ങളുടെ അടുത്ത് പോകണ്ട, അത് നമുക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ എപ്പോഴും ഞാൻ നോർമലി സജസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എപ്പോഴും ഇങ്ങനെയുള്ളൊരു ഇലക്ട്രോണിക് സാധനങ്ങൾ നമ്മുടെ വണ്ടിയിലോട്ട് ഘടിപ്പിക്കുമ്പോൾ നമ്മൾ ഇലക്ട്രീഷ്യനെ പോയി കണ്ടിട്ടാണ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എന്ന് ഞാൻ പറയുന്നു. ആമസോണിൽ നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു സാധനം നമുക്ക് എവിടെ വേണേലും നമുക്ക് വെക്കാം. ഇപ്പോൾ വണ്ടി അടിച്ചിട്ട് പോയി കഴിഞ്ഞാലും കാര്യങ്ങളാണെങ്കിലും ഇത് ശരിക്കും പറഞ്ഞാൽ ബൂട്ടിനുള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് സ്റ്റിയറിംഗ്, ഇപ്പോൾ കാറാണെങ്കിൽ സ്റ്റിയറിംഗിനുള്ളിൽ ഫ്യൂസ് ബോക്സിനുള്ളിൽ എവിടെയെങ്കിലും കയറ്റി വെച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. പിന്നെ വയറിംഗ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കുറേ ഗുണങ്ങൾ ഇതിനുണ്ട്. ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോസും ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ കാറിലായിരിക്കും, ചിലപ്പോൾ ബൈക്കിലായിരിക്കും. ബൈക്കിനാണ് സാധനം മേടിച്ചതും, പക്ഷേ ഇപ്പോൾ ഒരു തോട്ടെ കാറിനങ്ങ് വെച്ചാലോ അത്, പക്ഷേ സ്റ്റിൽ കുഴപ്പമില്ല. അപ്പോൾ അത് സെക്കൻഡറി പാർട്ടാണ്. ചിലപ്പോൾ നമ്മൾ ഈ ബൈക്കിലോ അല്ലെങ്കിൽ ഈ ബൈക്കിലോ ആയിരിക്കും വെക്കുന്നത്. അപ്പോൾ ബൈക്കിൽ വെക്കുന്ന ഒരു വീഡിയോ നമ്മൾ അടുത്തത് നെക്സ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ വീഡിയോ കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ വൺ ലാപ്പിൻ്റെ ലോക്കോ ഷീൽഡ് എന്ന GPS-ന്റെ വിശേഷം ഇവിടെ തീരുകയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് വൺ വീലർ സ്റ്റോറി. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം.